ഹലോ ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഹൃദ്യമായ സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ട വീഡിയോ എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ട്രിപ്പ് പോയതിൻ്റെ ഒന്നാമത്തെ ദിവസത്തെ വിശേഷങ്ങളായിരുന്നു. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് രണ്ടാമത്തെ ദിവസത്തെ വിശേഷങ്ങളാണ് കേട്ടോ. ചെറുതായിട്ട് എനിക്ക് ശാരീരികമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാരണം കൊണ്ടാണ് വീഡിയോ ഒന്ന് എഡിറ്റ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യാൻ വൈകിയത്. എല്ലാവരോടും ക്ഷമ പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞങ്ങളങ്ങനെ ട്രിപ്പ് കഴിഞ്ഞ് കണ്ടൽ കാടുകളൊക്കെ കണ്ടു കഴിഞ്ഞ് വന്നപ്പോൾ ഒരുത്തവിടെ നീന്തി കുളിച്ചോണ്ടിരിക്കുക. അതാ നമ്മൾ നീന്തിക്കോന്ന് പറഞ്ഞ് പൂളിൽ ഇറങ്ങിക്കോന്ന്. ഇപ്പൊ പൂളിൽ തോന്നി കേറിയിട്ടില്ല. എന്താ ചെക്ക് ഉദ്ദേശിക്കണോ? എനിക്കൊന്ന് ഇറങ്ങാൻ പറ്റും. ഓൻ എൻജോയ് ചെയ്യട്ടെ. So next is a Hindi song. Hope you guys enjoy the song. നമ്മളങ്ങനെ ബോട്ടിംഗ് എല്ലാം കഴിഞ്ഞ് തിരിച്ച് വന്നിട്ട് നമ്മൾ ബീച്ചിൽ പോയിട്ടോ. ബീച്ചിൽ പോയിട്ട് കടലിലൊക്കെ നന്നായിട്ട് കുളിച്ചു. പിന്നെ ഈ സ്വിമ്മിംഗ് പൂളിൽ കിടന്നിട്ട് കുറേ നേരം കുളിച്ചു. അതൊക്കെ കഴിഞ്ഞപ്പോഴേക്ക് അല്പം ചെറിയതായിട്ട് ജലദോഷവും പിടിച്ചു. അത് എനിക്കിതൊക്കെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ഞാൻ കുറച്ച് കാലം മുമ്പ് നമ്മൾ വീട്ടിൽ നിന്ന് എല്ലാവരും ചേർന്നിട്ട് റിസോർട്ടിലേക്കൊക്കെ പോയിട്ടുണ്ട്. പിന്നെ നമ്മൾ സിസ്റ്റേഴ്സിൻ്റെ കൂടെ ഇങ്ങനെ വരുന്നത്, സിസ്റ്ററിൻ്റെ കൂടെ ഇങ്ങനെ നെബിലൂട്ടറൊക്കെ കൂടെ വരുന്നത് ആദ്യമായിട്ടുള്ള ഒരു അനുഭവമാണ്. അപ്പോൾ ഇങ്ങനെ ഈ രാത്രിത്തെ പാട്ടൊക്കെ കേട്ടിട്ട് ഈ റിസോർട്ടിൻ്റെ മുറ്റത്ത് ഇങ്ങനെ ഇരിക്കാൻ നല്ല രസമായിരുന്നു. ഇൻഷാ അല്ലാഹ് നമുക്ക് ഇനിയും ഇങ്ങനെ നെബിലൂട്ടറെ കൂടെ ഞങ്ങൾ കുറച്ചുകൂടെ പ്ലാനൊക്കെ ഇട്ടിട്ടുണ്ട്. നമുക്കിനി ടൂറൊക്കെ പോകണം. കാരണം നമ്മൾ ഒരു പ്രാവശ്യം പോയപ്പോൾ നമുക്ക് മനസ്സിലായി കേട്ടോ, കയ്യിൽ പൈസ ഉണ്ടായാൽ മതി ടൂറ് പോകാൻ നമുക്ക് എല്ലാവർക്കും പറ്റും എന്നുള്ളത്. അപ്പോൾ ഞങ്ങൾ ഇനിയും ടൂർ പോകണമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളങ്ങനെ രാത്രി ഫുഡെല്ലാം ഓർഡർ ചെയ്തിട്ട് നമ്മൾ ഇങ്ങനെ സ്റ്റേ ചെയ്യുന്ന റിസോർട്ടിൽ നിന്ന് തന്നെ കേട്ടോ ഫുഡെല്ലാം കഴിച്ചത്. അങ്ങനെ ഞങ്ങളെല്ലാവരും ഫുഡ് കഴിച്ച് ഞങ്ങളെല്ലാവരും കിടന്നുറങ്ങാൻ പോയി. നമ്മൾ ലേഡീസ് എല്ലാം കിടന്നിരുന്നത് ഈ ഒരു റൂമിലായിരുന്നു കേട്ടോ. ഉണ്ണിക്കുട്ടനും സായ്കുട്ടിയും അപ്പുറത്തെ റൂമിലുമാണ് കിടന്നുറങ്ങിയിരുന്നത്. എ സിയും തണുപ്പും ഒക്കെ ഉള്ള കാരണം കൊണ്ട് ഈ കട്ടുമ്പോൾ ഞങ്ങൾ നാല് നല്ല തടിയുള്ള ആൾക്കാരാണ്. ഞങ്ങൾ 4 പേരും കൂടിയിട്ട് അവിടെ കൊണ്ടു. നല്ല രസമായിരുന്നു. ഇപ്പോൾ രാവിലെ നീട്ടിട്ട് ഇവിടെ കാണാൻ ഭയങ്കര രസം. ഇത് ഞങ്ങൾ നല്ല ബീച്ചിലും സ്വിമ്മിംഗ് പൂളിലൊക്കെ കളിച്ചിട്ട് നനഞ്ഞ ഡ്രസ്സുകളൊക്കെ ഇവിടെ വിരിച്ചിട്ടൊക്കെയായിരുന്നു കേട്ടോ. അതെല്ലാം രാവിലെ നീറ്റപ്പോൾ നല്ല പപ്പടം പോലെ ആയിട്ട് ഉണങ്ങി കിട്ടിയിരുന്നു. സായ്കുട്ടിയെ എന്താണ് ഇങ്ങനെ കിടക്കുന്നേ? നീറ്റിരുന്നാ നോക്കട്ടെ. സായ്കുട്ടി ഇങ്ങനെ കിടന്നിട്ട് എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകാൻ കേട്ടോ. അവനക്ക് വേഗം ഇനി സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങണം എന്ന് പറയണത്. ഓനക്ക് ഈ സ്വിമ്മിംഗ് പൂള് പറഞ്ഞാൽ ഭയങ്കര വീക്ക്നെസ്സാണ്. എങ്ങനെ ഉണ്ടാ സ്വിമ്മിംഗ് പൂളിൽ ചാടണം നിനക്ക്? ഏതാ പൻ്റെ വൈബ്? ഏടി അനക്കെന്താ തോന്നുന്നത്? ഇന്നലെ എത്ര മണിക്കായി വന്ന് കിടന്നുറങ്ങി? 4 മണിക്ക് കിടന്നുറങ്ങി. ഉറങ്ങിയിട്ടല്ല, ഞാൻ അവിടെ കിടന്ന് ഉറങ്ങുമായിരുന്നു. ഞാൻ 1-2 മണിക്കൂർ കിടന്ന് ഉറങ്ങിയിട്ട് എനിക്ക് 10-10:30 ഉറക്കം വരും. ഞാൻ അങ്ങനെ എന്നെ ഉറങ്ങാൻ വിട്ടല്ല, ഞാൻ പിടിച്ചു കൊടുക്കുക. നമ്മൾ ട്രിപ്പ് പോണതിന് തൊട്ട് മുമ്പ് ഞാൻ സ്പീഡിലടിച്ചില്ലേ ആ ഡ്രസ്സാണ് ഇത് കേട്ടോ. പിന്നെ ഇതിൻ്റെ സുഡിയത്തെ ഒരു കോട്ട്. അത് നമ്മൾ ഇങ്ങനെ ഇന്ന് ബീച്ചിൽ പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഡ്രസ്സ് ഇട്ടത്. ബീച്ചിൽ പോയി കഴിഞ്ഞ് വന്നിട്ട് നമ്മൾ പോകാം. അപ്പോൾ നമുക്ക് നമ്മളെ ട്രിപ്പിൻ്റെ രണ്ടാമത്തെ ദിവസത്തെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. നെക്സ്റ്റ് നമ്മൾ പ്ലാന് ഇവിടെ കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാവല്ലോ, അത് കഴിക്കാൻ പോകാനാണ് കേട്ടോ. അപ്പോൾ നെബിലൂട്ടർ വീഡിയോക്ക് ചെറുതായിട്ടൊരു ഇൻട്രോ എടുക്കുന്ന പരിപാടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതെ, ഇത് ഈ സ്വിമ്മിംഗ് പൂളിൽ ഇന്നലെ ഉച്ച മുതൽ രാത്രി വരെ ചാടിയിട്ട് ചെക്കനാണെങ്കിൽ ആകെ ടാൻ അടിച്ചിട്ട് നടക്കുന്ന ഇമ്മച്ചിന്റെ എണ്ണ കഴിച്ചിട്ട് വേണം അന്നൊന്ന് മെനാക്കി തേങ്ങ പോയിക്കണത്. അത് നടന്നോട് തേനൊക്കെ പോയി. നടക്ക്. ഇത് കുഴപ്പമില്ല, ഇത് അടിക്കല്ലോ. ഈ വെള്ളം അടിക്കും. രാവിലത്തെ വെയിൽ ടാൻ അടിക്കോ? രാവിലത്തെ വെയിൽ ടാൻ അടിക്കോ? സായിപ്പന്മാരൊക്കെ ബീച്ചിൽ ഇറങ്ങിക്കിട്ട് കുത്ത സായിപ്പന്മാരൊക്കെ ഇറങ്ങിക്കിട്ട് ബീച്ചിൽ രാവിലെ എഴുന്നേറ്റ് ഞങ്ങളെല്ലാവരും കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ് കേട്ടോ. നന്നായിട്ട് വിശക്കുന്നുണ്ട്. രാത്രി 10-11 മണിക്ക് എന്തോ കഴിച്ചതാണ്, പിന്നെ ഒന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി ഞങ്ങളുടെ വെയിറ്റ് ചെയ്തു. ഇവനെ രാവിലെ സ്വിമ്മിംഗ് പൂളിലേക്ക് ചാടണമെന്ന് ഇന്നലെ നട്ടിച്ച് വെയിലത്ത് മുതൽ ചാടിയിട്ട് ആകെ ടാൻ അടിച്ചിരിക്കുക. അപ്പോൾ ഒന്ന് പറയാം, മെച്ചിൻ്റെ എണ്ണ ഉണ്ടല്ലോ, അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ചാടിയിട്ട് ടാൻ അടിക്കാം. അതൊക്കെ ചാടിക്കാം. ഞങ്ങൾ മറ്റേ ബീച്ചിൽ പോകുമ്പോൾ ചാടിക്കും. ഇന്നലെ ഡിന്നർ കഴിച്ചപ്പോഴേക്കാ പക്കുവട്ടി പങ്കെടുത്തു. ഞാൻ എടുക്കുന്നു.
ഞാൻ ഇഡ്ഡലി എഗ്ഗ് എല്ലാം എടുത്തിട്ടുണ്ട് കേട്ടോ. എഗ്ഗ് ഇവിടെ എടുക്കട്ടെ, ലാസ്റ്റ് വെക്കാം. ഇഡ്ഡലി എടുത്തിട്ടുണ്ട്, കട്ട് ഫ്രൂട്ട്സ് എടുത്തിട്ടുണ്ട്, എനിക്ക് കോൺഫ്ലെക്സ് എടുത്തിട്ടുണ്ട് നബിലമ്മ. അത് ആദ്യം കഴിച്ചു, അല്ലെങ്കിൽ എനിക്ക് ക്രിസ്മസ് പോകും എടാ. അല്ല, ഈ കോൺഫ്ലെക്സ് ആദ്യം കഴിച്ചോ? ഈ എന്താ കഴിക്കാൻ തുടങ്ങിയില്ല? ഞാൻ പക്ഷെ എനിക്ക് ബ്രെഡ് ടോസ്റ്റ് ഇല്ലാതെ രാവിലെ കഴിക്കില്ലെന്ന് എനിക്കറിയില്ല. അടുത്തായി വരുന്നേ ഉള്ളൂ, ഉള്ളൊക്കെ ഇവർ എടുത്തു കഴിഞ്ഞു. അപ്പം ഞാൻ കോൺഫ്ലെക്സ് കഴിച്ച് തുടങ്ങാം. പിന്നെ അങ്ങനെ ചെയ്യും. വീട്ടിൽ നിന്ന് പുട്ടും നല്ല കഴിക്കാൻ ഇഷ്ടപ്പെടാതെ കുഞ്ഞുങ്ങള് പുട്ടെടുക്കാൻ അത് വേണ്ടത് വീട്ടിലെപ്പോഴും ഉണ്ടോ? പുട്ട് കഴിച്ച് മടുത്തു. പുട്ട് കഴിച്ച് മടുത്ത് ഇഡ്ഡലി ഒന്നുള്ളൂ, ബാക്കി എനിക്ക് ഇതാണ് എന്റെ ഫേവറേറ്റ് പാർട്ട്. എന്താ സായി കുട്ടിയെ ചെറുക്കൻ രാവിലെ തന്നെ സ്കില്ലെടുക്കാൻ തുടങ്ങി. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് അടുത്തത് സ്വിമ്മിങ്. എക്സസൈസ് മസ്റ്റാന്ന് പറഞ്ഞു. ഇവിടെ നബിലാമിയും നമ്മളെ ഇന്നുമോളും അടുത്ത ഡാൻസ് അടുത്ത പ്രോഗ്രാം നമുക്കിതാ ഈ പാക്കിങ് ഈ ചവർ കൊടുക്കുന്ന എല്ലാ ഡ്രസ്സിനെയും എല്ലാ ഡ്രസ്സും ഒതുക്കി ഈ റൂമെല്ലാം നമുക്ക് വൃത്തിയാക്കി കൊടുക്കണം. അവർക്ക് കെട്ടുപാറപ്പെടുത്താൻ തന്നെ വൃത്തിയാക്കിക്കോളും. ഞാനേ കുറച്ച് പറഞ്ഞില്ലേ, സാധാരണ നമ്മളെ വീട്ടിൽ പോയിട്ട് മടങ്ങി വരാൻ ലഗേജ് കൂടുന്നു. ഞാൻ തീരെ ലഗേജ് ഇല്ല. അപ്പൊ എന്താണ് ലഗേജ് ഇല്ലെന്ന് ആലോചിച്ചു. അപ്പൊ ശരി, ഇപ്പൊ ലഗേജ് അത്യാവശ്യം നല്ല ഇഷ്ടംപോലെ ലഗേജ് ഉണ്ട്. എൻ്റെ ട്രൗസറും ആ സി ടൈപ്പ് ചാർജറും എടുത്തിട്ട് അപ്പുറത്തെ റൂമൊക്കെ വേവാ. കം ഫാസ്റ്റ് അവിടേക്ക് നമ്മൾ ടർക്കി തോർത്തൊക്കെ എടുത്തിട്ടാ. ഉണ്ണിമോ നല്ല ഭയങ്കര ഉറക്കത്തിലാണ്. ഇന്നലെ ഞങ്ങളെപ്പോഴാണ് 4-5 മണിക്കൊക്കെ കിടന്ന് ഉറങ്ങാൻ വന്നിക്കണതേ. അയ്യോ, പോയിടുത്തിട്ട് വാ. ഇതൊന്ന് ഉണക്കിട്ടതാ. ഈ 2 ഉള്ളൂ. ഫോട്ടോ എടുക്കാൻ ഒരു മാങ്ങാത്തൊല്ലിയും അറിയാത്തന്റെ അനിയനെ കൊണ്ട് പറഞ്ഞുകൊടുത്താ മതി. അല്ല, ഏതാ ബന്റെ സ്റ്റൈല്? നമ്മോട് പറയാനുണ്ട്, അല്ലെങ്കിൽ വീടെടുക്കത്തിന് മമ്മയുടെ നല്ല അടിയിട്ടുണ്ട്. നമ്മളെ ഇന്നുമോളുടെ ഇത് സ്റ്റുഡിയോ ഡ്രസ്സാണ് കേട്ടോ. നമ്മൾ പോയിട്ട് പർച്ചേസ് ചെയ്തില്ല, 299 രൂപ അല്ലേ? പൈസ ഞാൻ പറഞ്ഞു ഓഫർ സെയിൽ. അപ്പൊ നമ്മൾ ഒരുങ്ങളൊക്കെ കഴിഞ്ഞില്ലേ? ഇനി ബീച്ച് ഫോട്ടോസ് വീഡിയോസ് എടുക്കണ്ടേ? എന്നാ വേഗം നടന്നൂട്. കാരണം റൂമിൽ ചെക്കൗട്ട് ചെയ്യേണ്ടത് 12 മണിക്കാ. അതിനെന്താ ഒക്കെ പാക്ക് ചെയ്തല്ലോ. ഗൈസ്, വീഡിയോ എടുക്കാൻ വേണ്ടി എടുത്തിട്ട് കൊണ്ടടക്കാണ്. എവിടെ നിക്കണ്ട എന്താ നിക്കണ്ടെന്ന് അറിയണില്ല. പറഞ്ഞു കൊടുത്താൽ അവിടെ ചെയ്യൂല. ഓള് വലിയ പുള്ളിയാ. ഫോട്ടോസ് വീഡിയോ എടുത്തിട്ടേ വലിയ പരിചയത്തെ കാരണം കൊണ്ട് എനിക്ക് അതിൽ വയ്ക്കൂല. പക്ഷെ നമുക്ക് ഇത്ര നല്ല ഭംഗിയുള്ള ബീച്ച് കാണുമ്പോൾ ഫോട്ടോ എടുക്കാൻ തോന്നും. ഫോട്ടോ എടുക്കാതിരിക്കാതെ വയ്ക്കുന്നില്ല. ഒരു ഫോട്ടോ പോസൊക്കെ പറഞ്ഞാടി അവിടെ നിൽക്കേ. ഇവിടെ അയ്യോ മദാമ, എക്സ്ക്യൂസ് മീ, ക്യാൻ ഐ ടേക്ക് വൺ ഫോട്ടോ വിത്ത് യു? ഫോട്ടോ ഒക്കെ ചോദിച്ചിട്ട് എടുക്കണ്ടേ? ഷിറ്റ്. സോ ഗൈസ്, എനിക്ക് മമ്മ മുടി കെട്ടി തന്നു. മുടി ഞാൻ നിവർത്തിട്ടിരിക്കുന്നത് മമ്മക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പം എന്നെ മുടി കെട്ടി തന്നു. എന്നെ കാണുമ്പോൾ വയ്യാത്ത പോണില്ലേ, അതെന്താ പറയുക, ഞാൻ ഐലൻഡർ ഒന്നും ഇട്ടിട്ടില്ല. അതുകൊണ്ടാണ് ഗൈസ്. നബിലാമ്മയുടെ വീഡിയോ എടുത്ത് മരച്ചോണ്ടിരിക്കുവാണ്. ഇവിടെ ആണെങ്കിൽ ഒരുത്തന് ഫുള്ള് ചായ പരിപാടിയിലാണ്. എന്താ കാട്ട് എനിക്ക് മനസ്സിലാവുള്ള. പഞ്ചസാര ഇല്ല, കാപ്പി ഇല്ല. ഏത് പാൽപ്പൊടി ആയിട്ട് കണ്ടിക്കണ്? അത് ചായപ്പൊടിയാണ്. ഇവിടെ നോക്കട്ടെ, ചായ ഉണ്ടാക്കിയ അവസാനം നീ ഒന്ന് കുടിച്ചോ? ഇല്ല, ഞാൻ കുടിക്കൂല. നീ കുടിച്ചോ?
നീ എല്ലാം ഉണ്ടാക്കി എന്തിനാ നീ ഉണ്ടാക്കിയ ചായ തന്നെ വേറെ കുടിപ്പിക്കുന്നത്? നീ പാൽപ്പൊടി ഇടുന്നില്ലേ? പാൽപ്പൊടി കിട്ടിയില്ല? ഈ ചായ ഈ ഉണ്ടാക്കിട്ട് എന്തിനാ ഈ വേറെ നിർബന്ധിക്കുന്നത്? അടിന്റെ കുട്ടി ചായ ഒക്കെ ഉണ്ടാക്കിട്ടെ എല്ലാവർക്കും തരും. പിന്നെ അമ്മ അവസാനം കുടിക്കാന്ന് എഴുതിയിട്ടുണ്ട്. ഞാൻ ഭയങ്കരമായിട്ട് ഫോട്ടോ ഒക്കെ എടുത്ത് ക്ഷീണിച്ച് നിൽക്കാണ്. ഇത് കാപ്പിയോ ടീ? കട്ടൻ കാപ്പി. പിന്നെ കാണാൻ നല്ല കുടിക്ക്. ഇതൊരു അമേരിക്കാനെ പിടിച്ച ഫീലിംഗ് ആണ്. ഇതില് ഒരു 2 സ്പൂൺ പഞ്ചസാര കൂടി ഉണ്ടെങ്കിൽ കിടിക്കുന്നു. മാറാണ്ടല്ലോ അടിപൊളിയാക്കാനും കാപ്പില്ലേ സായിക്കുട്ടിയെ. ഒരു ഷുഗർലെസ് കോഫി ഇത് ഉണ്ണിക്കുട്ടിന് കൊടുത്തതാ. ഷുഗർലെസ് കോഫി എടുക്കുന്നത് ബെസ്റ്റാ. നമ്മൾ അവിടുന്ന് എടുക്കാനും സായിക്കുട്ടിക്ക് തന്നെ എനിക്ക് ഇഷ്ടപ്പെടുന്ന പറയണത്. അടിപൊളി കോഫി എന്തേ ഒരു പറ്റുമോ? എല്ലാരും ചിരി പറയാൻ പറ്റില്ലട്ടോ. പിന്നെ നമ്മളെല്ലാവരും ബീച്ചിലേക്ക് ഫോട്ടോയും റീൽസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പോയിട്ട് അപ്പോൾ വഴിയിൽ നിന്ന് ഇങ്ങനെ കച്ചവടക്കാരെ കണ്ടപ്പോൾ ഇന്നുമോൾക്ക് ഹാൻഡ് ചെയിൻ വാങ്ങിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എന്നെക്കൊണ്ട് പറ്റും വിധത്തിൽ വില പേശിയിട്ട് ഇന്നുമോൾക്ക് വില പേശണമൊക്കെ ഭയങ്കര നാണക്കേടാട്ടോ. പക്ഷേ എനിക്ക് ഒരു നാണക്കേടില്ല. ഞാൻ നന്നായിട്ട് വില പേശിയിട്ട് സാധനങ്ങളൊക്കെ ഇന്നുമോൾക്ക് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് ഈ 2 നിൻസക്കും ഷൈനാക്കും മേടിച്ചാണ്. അവരെല്ലാവരും എവിടെയോ എത്തി. ഞാനും ഇന്നുമോളും ഷൂട്ട് പർച്ചേസിങ്ങിൽ നിന്നപ്പോൾ ആകെ നേരം വൈകി. വേണർക്ക് ഓർഡർ ചെയ്തിട്ടുള്ളൂ. ചെറുക്കൻ ഇവിടെ നിന്ന് വിയർത്ത് ക്ഷീണിക്കാൻ. നമ്മൾ ചില പരസ്യത്തിലോ ടാങ്കിനും പരസ്യമില്ലായിരുന്നു പണ്ട്. എനർജി ലോസ് ആണ്. കുട്ടികൾ ഓടി വരുമ്പോ സൂര്യൻ ഇങ്ങനെ വലിക്കും. അപ്പൊ ഇങ്ങനെ ഇങ്ങനെ ആവും. മനസ്സിലാവുന്നുണ്ട്. അതെ എന്തൊരു രസടി സീനറി കാണാനേ. ആ ബ്ലൂ കളറും ഇത് വല്ലാത്തൊരു ഭംഗി. ഭൂമിയിൽ ഒരു സ്വർഗം ഉണ്ടെങ്കിൽ അത് ഇതാണ്. ഇങ്ങനത്തെ ഒരുപാട് ഇതൊന്നും ഇതാണ്. അങ്ങനെ നമ്മളെ പരിപാടിയെല്ലാം കഴിഞ്ഞ് ചെക്കൗട്ട് ചെയ്ത് റിസപ്ഷനിൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും പ്രായം കുറഞ്ഞ ആൾക്കാരും തുടങ്ങിയിട്ട് ബാക്ക് ഏറ്റവും പ്രായം കൂടിയാലും മുന്നിലും അത് ഞാനാണേ. കിഡ്സ് എല്ലാവരും ഹാപ്പി അല്ലേ? അതെ പ്രായം കൂടിയാൽ എപ്പോഴും മുന്നിൻ്റെ കാര്യം. ഈ സമയത്തൊക്കെ സുലുക്ക് പ്രായം കൂടിയിട്ട് പ്രായം കൂടിയാൽ മുന്നിൽ ഞാനാ മുന്നിൽ. പ്രായം കൂടിയാലും ഞാനാ കുട്ടികൾ പിന്നിരിക്കുന്നോ. പിന്നെ നമ്മൾ റൂമെല്ലാം വെക്കേറ്റ് ചെയ്തിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു സീ ഫുഡൊക്കെ കിട്ടുന്ന ഒരു റെസ്റ്റോറൻറ്റിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ. ചിമ്മിനി എന്നാണ് ഇതിൻ്റെ പേര് എന്ന് തോന്നുന്നു. എല്ലാവരും നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. കാരണം ഒരു 1:30-2 മണി നമ്മൾ വിശപ്പ് ഇങ്ങനെ തലമ കത്തി നിൽക്കുന്ന സമയത്താണ് നമ്മളിവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് കേട്ടോ. ഇംഗ്ലീഷ് ചോദിക്കാം. ആ മീനുകളുടെ ഒക്കെ മലയാളത്തിൽ പേരെന്നെ കണ്ടുപിടിക്കാൻ അതിന്റെ ഇംഗ്ലീഷ് വേണത്ര. നമുക്ക് മീനാണ് ഇഷ്ടം. ഞങ്ങൾ മീൻ കഴിക്കാനാണ് നമുക്കറിയാൻ പാടില്ല. നന്നായിട്ട് വിശക്കുന്ന കാരണം കൊണ്ട് തന്നെ എല്ലാവരും മീൽസാണ് ഓർഡർ ചെയ്തത് കേട്ടോ. ആർക്കും ആ സമയത്ത് ഒരു ബിരിയാണി കഴിക്കാനുള്ളൊരു മൂഡൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇവിടുത്തെ മീൽസ് ഭയങ്കര രസമുണ്ടായിരുന്നു. ഇവിടെ ചപ്പാത്തിയൊക്കെ ഉണ്ട് മീൽസിൻ്റെ കൂടെ. പിന്നെ ചോറും കിട്ടും കേട്ടോ. ഒരുപാട് കറികളും. പിന്നെ ട്രിവാൻഡ്രം ആണെന്നുണ്ടെങ്കിലും ഒരു കോഴിക്കോടിൻ്റെ എന്തൊരു ടേസ്റ്റുള്ള പോലെ കേട്ടോ എനിക്ക് തോന്നിയ ആ ഫുഡിന്. ചിലപ്പോൾ ഇത് ഉണ്ടാക്കുന്നത് വല്ല കോഴിക്കോടുകാരനും ആയിരിക്കാം. പിന്നെ നമ്മൾ വലിയൊരു മീനെല്ലാം വാങ്ങിച്ച് എല്ലാവരും ഷെയർ ചെയ്ത് കഴിച്ചിട്ടോ. എന്താണെങ്കിലും ഇന്നത്തെ ഉച്ചക്കത്തെ ഫുഡ് അടിപൊളിയായിരുന്നു. മൂക്കുമുട്ട കഴിച്ചിട്ടാണ് നമ്മൾ അവിടുന്ന് ഇറങ്ങിയത്. അടുത്തതായിട്ട് പിന്നെ നമ്മൾ പോയത് ഇവിടെ ഒരു ഫോർട്ട് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മളെ കാലത്തെ ഡ്രൈവറാണ് നമ്മളിവിടെ കൊടുന്ന് എത്തിച്ചത് കേട്ടോ. നമ്മളിങ്ങനെ കാണാൻ കാഴ്ചക്കാരായിട്ട് വരിക എന്താ നമ്മുടെ ആൾക്കാരെയൊക്കെ തടയിട്ട് നമുക്കൊരു വിനോദസഞ്ചാര കേന്ദ്രം. പണ്ട് നമ്മുടെ ആൾക്കാർ കുറെ വിനോദമായിട്ടല്ല. അതെ അപ്പോഴത്തേക്ക് ഇവിടെ ഇങ്ങനെ പട്ടാളക്കാർ വന്നിട്ടുണ്ടാവില്ല. സിനിമയിൽ കാണുന്ന പോലത്തെ
നമ്മൾ ഈ പഴയ സിനിമ പട്ടാളക്കാരുടെ ചോപ്പ് ഡ്രസ് ബ്രിട്ടീഷുകാർ പട്ടാളക്കാർ ചോപ്പ് ഡ്രസ്സൊക്കെ കേട്ടോ ഇത് കണ്ടില്ലേ ബ്ലാക്ക് ക്യാപ്പ് ചോപ്പും വെള്ളി അതും ഉണ്ടാവും ചോപ്പ് വെള്ളി ഷർട്ടും ഉണ്ട് മറ്റേ ഇതൊന്നും കണ്ടിട്ടില്ല മരക്കാറൊന്നും പ്രഭുമാര് ഈ കാണുന്ന തൂണുകളിലൊക്കെ എന്താ നമ്മളാക്കിട്ട് കെട്ടിട്ടിട്ട് അടിച്ചിരുന്ന സ്ഥലമാണത്രേ ഈ തൂണുകളൊക്കെ ഇതിലോട്ട് ഇതേ പണ്ടത്തെ പെണ്ണുങ്ങൾ തിരുമ്പ് ആലക്കല്ലേ എന്താ ഞാൻ പറഞ്ഞ സിമെന്റ് നല്ല അധികം വെറുതെ കെട്ടി എന്തിനാണെന്ന് മനസ്സിലാവും സ്റ്റേജ് കൊണ്ടോണ്ട് ഇപ്പൊ കേറി നിന്നേ പട്ടാളക്കാർ ഇവിടെ നിക്കുന്നുണ്ടാവും അത് അങ്ങനത്തെ എന്തൊരു സാധനമാണ് യുദ്ധത്തിനുള്ളിലൊക്കെ സെറ്റപ്പ് ആണത്. കോട്ട ഇങ്ങനെ കേറി വന്നിട്ടുണ്ട്. ഇതിന്റെ മുകളിൽ കൂടി ഞാനിങ്ങനെ നടക്കുന്നുണ്ട്. ഇപ്പുറത്ത് ഭയങ്കര ആഴാണ്, ഹൈറ്റ് പേടിയുള്ള ആളാണ് ഞാൻ. എന്നാലും ഞാനിങ്ങനെ ഓരം പറ്റി നടക്കട്ടെ. എന്ത് ജന്തു കണ്ടോ? കാഴ്ചകൾ കാണിച്ചിട്ടുണ്ട്. ബ്രിട്ടീഷുകാരും മുരിങ്ങാക്കര വെച്ച് മുരിങ്ങ വരും. ഇതാണ് യുദ്ധം കഴിഞ്ഞിട്ട് ബ്രിട്ടീഷുകാർ താളിപ്പുണ്ടാക്കി. മുരിങ്ങയില് തളിപ്പോ ക്ഷീണം തീർക്കണ്ടേ? അത് വേണം. അല്ലാതെ ഇവിടെ വേറെ ഒന്നും കാണിച്ചെടുക്കാൻ കണ്ടില്ല. മുരിങ്ങാക്കോലെങ്കിൽ മുരിങ്ങാക്കോല് ശരീരം മൂന്നും കയറി. ഞങ്ങള് ഫോർട്ട് കണ്ടു, ഞങ്ങൾക്ക് അത് മതി. എന്താണ് എൻ്റെ ഒരു കോലം വേർത്തിട്ട്. ഇനി ഇവിടെ ഒരു ഹാങ്ങിങ് ബ്രിഡ്ജ് ഉണ്ട് അത്രേ. ഇനി ഇവിടെ ഒരു ഹാങ്ങിങ് ബ്രിഡ്ജ് ഉണ്ട്. എനിക്ക് പോകുന്നതിന് താല്പര്യമില്ല, പക്ഷെ എന്നെ എല്ലാവരും നിർബന്ധിക്കുകയാണ്. ഞാൻ എന്താ കാട്ടാൻ നിൽക്കറിയില്ല. ഞാനാണ് ആ വെയിലൂടാതെ കഴിഞ്ഞിരിക്കുന്നത്. അടുത്തത് നമ്മള് ഹാങ്ങിങ് ബ്രിഡ്ജ് അത്ര എല്ലാവരും കയറുന്നുണ്ട്. ഞാനും കയറിയാക്കട്ടെ, ഒന്നും പറ്റത്തില്ല. ഓക്കെ, അങ്ങനെ നമ്മൾ ട്രിപ്പിന്റെ അവസാന ഘട്ടങ്ങളിലേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മുടെ ട്രിപ്പ് കഴിയാനായി. കുജൂസിന് എന്താ പറയാനുള്ളത്? ഫൈനലി നമ്മളെ വർക്കലയിലെത്തി. ഒരുപാട് ഒറ്റ മൈൻഡ് 10 വട്ടം ചിന്തിച്ചിട്ടാണ് അവിടെ എത്തിയിട്ടുള്ളത്. പക്ഷെ കൊള്ളാം. സത്യം പറഞ്ഞാൽ അങ്ങനെ അറിഞ്ഞറിഞ്ഞ് തുടങ്ങിയപ്പോഴാണ് വീണ്ടും ഓരോന്ന് കണ്ടുപിടിക്കാൻ തുടങ്ങി. ഫസ്റ്റ് നമുക്ക് ഐഡിയ ഉണ്ടായിരുന്നില്ല. ഇപ്പൊ കൊള്ളാം. പക്ഷെ നമ്മൾ ട്രിപ്പ് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമ്മൾ ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. ബസ് ആലോചിക്കുമ്പോഴാണ് ഞാൻ എന്താ പറയുക, ഞാനൊക്കെ ചിരി. ഞാൻ ടെൻഷൻ അടിച്ചിട്ടായിരിക്കണം. ഞാൻ ട്രെയിനിൽ പോകാൻ വേണ്ടിയിട്ട് ഒരുപാട് ഞാൻ ശ്രമിച്ചു നോക്കി. പക്ഷേ ഈ വീക്കെൻഡായ കാരണം കൊണ്ട് ട്രെയിനിൽ കാല് കുത്താൻ ഇടല്ലാന്ന്. പിന്നെ രാത്രിയല്ല സമയം. പിന്നെ പറഞ്ഞേക്കാൻ ഇവർക്കും ടെൻഷന്. അങ്ങനെ എല്ലാവരും ടെൻഷൻ അടിക്കാൻ കാട്ടി ബെറ്റർ ഞാനങ്ങോട്ട് പേടിക്കണമല്ലേ. അങ്ങനെ വിചാരിച്ചിരിക്കുന്നുണ്ട്. ബസ്സിൽ പോകാന്നുള്ള വിചാരത്തിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. അങ്ങനെ വർക്കല ട്രിപ്പിന്റെ ഫുഡ് പാർട്ടി കഴിഞ്ഞിരിക്കുന്നു. ഉണ്ണിയൂട്ടാ കഴിഞ്ഞു. എടാ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഉണ്ണിയൂട്ടൻ ആര് മോനാ? ഒരു ചോദ്യം കൂടി നമ്മൾ സ്ഥിരം കമന്റിൽ വരാറുണ്ട്. എന്താണ് സൗന്ദര്യത്തിന്റെ രഹസ്യം? എന്താണ് കുട്ടി ചെറുപ്പത്തിൽ വിചാരിക്കണമെന്നല്ല, കുട്ടി ചെറുപ്പത്തിൽ അത്യാവശ്യം നിറണ്ടായിരുന്നു. പിന്നെ ഓരോ ഈ നീന്തൽ പഠിച്ചിട്ട് കുളത്തിൽ പോയി നട്ടിച്ച അപ്പോഴാണ് തന്നെ ഈ കറുത്തിരുന്നത്. പിന്നെ ഓനൊരു പ്രായത്തിയപ്പോ സ്കിൻ കെയർ ഒന്നുമില്ല. അതൊക്കെ തന്നെ ഓന്റെ സൗന്ദര്യത്തിന്. നമുക്ക് 8 മണിക്കാണ് കേട്ടോ ബസ് വരുന്നത്. അപ്പോൾ നമ്മൾ KSRTC ബസ് സ്റ്റാൻഡിൽ ബസ് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അടുത്ത ബസ് വരെ കൊച്ചിന് വൈകുന്ന പറയും കേട്ടോ. അപ്പോൾ നമ്മളിവിടെ KSRTC ബസ് സ്റ്റാൻഡിലുള്ള വിശ്രമ കേന്ദ്രവും പിന്നെ മറ്റേ വിശ്രമ കേന്ദ്രം പിന്നെ ടോയ്ലറ്റൊക്കെ യൂസ് ആക്കുന്നുണ്ട്. നമ്മൾ തീരെ വൃത്തിയൊന്നും ഉണ്ടാവില്ലെന്ന് വിചാരിച്ചിട്ടോ. പക്ഷെ കൺവെർസേഷന് കുഴപ്പമില്ല, പെയ്ഡല്ലേ, അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. അപ്പോൾ ഞങ്ങൾക്ക് വിശ്രമ കേന്ദ്രവും ഞങ്ങൾ എഴുതിയിട്ടുണ്ട്. എല്ലാവരും വിശ്രമ കേന്ദ്രത്തിൽ വിശ്രമിക്കുന്ന തിരക്കിലാണ്. വിശ്രമിച്ചോളൂ. ഞാനാണെങ്കിൽ ബസ് എങ്ങനെ വരുന്നില്ല ടെൻഷനല്ലോ. സായിക്കുട്ടിയും ഞാനിങ്ങനെ ബസ്സിലിരിക്കുന്നത് കേട്ടോ.
ഫൈനലി ഞാൻ ബസ്സിൽ കയറിയിട്ടോ. ഇവിടുന്ന് അങ്ങോട്ട് ഞാൻ ട്രിവാൻഡ്രത്തേക്ക് പോകുമ്പോൾ ഇനി ബസ്സിൽ തിരിച്ച് വരില്ല എന്ന് 100 വട്ടം വിചാരിച്ചിരുന്ന ആളാണ്. പക്ഷേ ബസ്സിൽ തന്നെ പഠിച്ചവൻ എന്നെ അങ്ങോട്ട് തിരിച്ച് കൊടുത്തു. എന്തായാലും അങ്ങോട്ട് പോകുന്ന പേടി പിന്നെ എനിക്ക് ഇങ്ങോട്ട് വരുമ്പോൾ ഉണ്ടായിരുന്നില്ല കേട്ടോ. ഈ ട്രിപ്പ് എല്ലാം കഴിഞ്ഞ് ഞാൻ വീട്ടിലിരിക്കുമ്പോൾ ആലോചിച്ചു, പഠിച്ചവനെ എന്തിനാണ് ഞാൻ ആ ബസ്സിൽ കയറിയിട്ട് ഇത്രയും പേടിച്ചിരുന്നതെന്ന്. എന്തായാലും ട്രിപ്പെല്ലാം കഴിഞ്ഞ് നമ്മൾ സേഫായിട്ട് അൽഹംദുലില്ലാ നമ്മൾ വീട്ടിലേക്ക് തിരിച്ചെത്താൻ പറ്റി. ലോകത്തിൻ്റെ ഏത് കോണിൽ പോയിട്ടുണ്ടെങ്കിലും നമ്മൾ താമസിക്കുന്ന ഒരു സ്ഥലത്തേക്ക് എത്തിച്ചേരാനല്ലേ നമുക്ക് എല്ലാവർക്കും ഭയങ്കര ആഗ്രഹമല്ലായിരിക്കും. അങ്ങനെ നമ്മളൊക്കെ എന്തായാലും സേഫായിട്ട് അൽഹംദുലില്ലാ നമ്മൾ വീട്ടിലേക്ക് തിരിച്ചെത്തി. വീട്ടിൽ നിന്ന് ഒരു കോഫിയൊക്കെ ഉണ്ടാക്കി കുടിക്കാനുള്ള യോഗ ഉണ്ടായി കേട്ടോ. നമ്മൾ ഉണ്ണിക്കുട്ടനക്ക് മാൾട്ടോവ് വേണം പറഞ്ഞിട്ട് അവനക്ക് മാൾട്ടോവ് ഉണ്ടാക്കി കൊടുത്തു. അവന് ബിസ്ക്കറ്റോ കൂട്ടി കഴിക്കുന്നുണ്ട്. നമ്മളെല്ലാവരും നല്ല ഏലക്ക ഇട്ടിട്ടുള്ള ഒരു കട്ടൻ ചായ കുടിക്കുക എന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. ഇത് കുടിച്ചിട്ട് നമ്മളെല്ലാവരും അപ്പം തന്നെ വേഗം കിടന്നുറങ്ങി. നമ്മൾ അസൂട്ടിനും ഹിമ്മിച്ചി ഈസൂട്ടിനൊക്കെ വന്നിട്ടുണ്ട് നബിലാമ്മാനെ തൂതക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. എന്താ അസൂട്ട് ട്രിപ്പിന് വരാന്ന്? എൻ്റെ സായക്കുട്ടിക്ക് ഒരു കമ്പനി ഉണ്ടായിരുന്നില്ല, എനിക്ക് ഇല്ലാഞ്ഞിട്ട് കഷ്ടായിപ്പോയി. ചുന്ദരനായിക്കുള്ള ചായ അടിച്ചു നമ്മളുട്ടി. ഞാൻ രാവിലെ നിന്നിട്ട് അല്പം ഫുഡൊക്കെ ഉണ്ടാക്കിട്ടോ. ഒരു ഹോംലി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കുത്തി നമ്മൾ ഹോംലി ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ചായ കുടിക്കുന്നുണ്ട്. നീ എന്റെ ചായ അവിടെ ഇരിക്കുന്നുണ്ട്. വേഗം സുലത്തുണ്ടാക്കിയ ഒരു കഷ്ണം പുട്ട് കഴിച്ച് പോട്ടെ. അവിടെ തിരക്കാകല ലഞ്ചില് കഴിക്കാം. നാട്ടിൽ നമ്മളെ നാട്ടിലത്തെ നമ്മുടെ വീട്ടിലുണ്ടാക്കിയ കഴിക്കാൻ എന്ത് സുഖല്ലേ. അതേപോലെ ബിസ്ക്കറ്റ് കഴിക്കാൻ എന്താ ഓന്റെ ടൂറാണ്, ഓനക്ക് ഉണ്ടാവേ. എന്റെ കൂടെ വരാനൊരു വാക്ക് പോലും ചോദിച്ചിട്ടില്ല. പ്രിപ്പറേഷൻ നടത്തണ്ടോന് കഴിഞ്ഞാൽ ചായ കുടി. ഉണ്ണിക്കുട്ടക്ക് ചായ മാത്രം മതി പറഞ്ഞു ഉണ്ണിക്കുട്ടൻ ചായ കുടിച്ചോണ്ടിരിക്കുക. അങ്ങനെ നമ്മൾ ട്രിപ്പെല്ലാം കഴിഞ്ഞ് നീ പോവുകയാണോ? അത് കഴിയുന്നത് ഇതാന്ന് പറഞ്ഞത് വേറെ ഉണ്ടായില്ല, അതിന് മുമ്പ് കഴിയും. അതെ അതെ അടിച്ചു കൊണ്ടുപോണ്. ഗൈസ് പോവാണ്, ഓക്കണ ടാറ്റ. അങ്ങനെ എല്ലാരും പോയി. ഒന്ന് ഫുഡ് കഴിക്കണം. അല്ലാക്കും ഒന്നും ഉറങ്ങണം. ഞാൻ ബസ്സിൽ നിന്ന് ഉറങ്ങിയില്ല. നമുക്ക് ഇനി പരിപാടികൾ സംഘടിപ്പിക്കാനുണ്ടോ? എനിക്ക് പറ്റി സംഗതി ഇൻസ്റ്റാൾമെന്റ് ആണെങ്കിലും കാര്യങ്ങള് കാര്യം കൂടെ കുറെ ദിവസമായി വീടോട്ട് പോയിട്ടിരുന്ന്. അങ്ങനെ നമ്മൾ പുതിയ വർഷത്തെ പുതിയ മാസത്തെ എല്ലാ വിശേഷങ്ങളും ഇതോടുകൂടി കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ. ഇനി അടുത്ത മാസം, അതായത് ഫെബ്രുവരിത്തെ മാസങ്ങളിലെ വിശേഷങ്ങളുമായിട്ട് നമ്മൾ ഉടനെ വരും. അടുത്ത വീഡിയോയുമായിട്ട് കാണുന്നത് വരെ എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.